അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ആയത്തിൽ തോട്ടക്കാരൻ്റെ ചങ്ങാതി തോട്ടക്കാരനെ ഉത്ബോധിപ്പിച്ച കൂട്ടത്തിൽ നിന്റെ തോട്ടം അള്ളാഹു വിചാരിച്ചാൽ നശിപ്പിച്ച് കളയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അക്കാര്യമാണ് ഈ ഉദാഹരണം വിവരിക്കുന്ന ആയത്തുകൾ അവസാനിപ്പിച്ചുകൊണ്ട് 42 മുതൽ 44 വരെയുള്ള 3 ആയത്തുകളിൽ വിവരിക്കുന്നത്. വ ഉഹീത ബിസമരിഹി, അയാളുടെ വിളവ്, അയാളുടെ തോട്ടത്തിലെ ഫലങ്ങൾ, കായ്കനികൾ വലയം ചെയ്യപ്പെട്ടു. ഉഹീത എന്നാൽ വലയം ചെയ്യപ്പെട്ടു എന്നാണ്. ഇവിടെ ആപത്ത് വന്ന് നശിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ടവനായ സുഹൃത്ത് ആശങ്കിച്ചതുപോലെ തന്നെ ആകാശത്ത് നിന്ന് അള്ളാഹു ശിക്ഷ ഇറക്കി തോട്ടക്കാരൻ്റെ തോട്ടത്തിലെ വിളവുകളും കൃഷിയുമൊക്കെ പാടെ നശിച്ചു. കൊടുങ്കാറ്റോ തീക്കാറ്റോ മറ്റെന്തെങ്കിലും ആവാം, ഏതായാലും തോട്ടം പാടെ നശിച്ചു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, അപ്പോൾ അവൻ കൈമലർത്തുന്നവനായി. അപ്രതീക്ഷിതമായി തൻ്റെ തോട്ടം പാടെ നശിച്ചപ്പോൾ തോട്ടക്കാരൻ്റെ അവസ്ഥ പറയുകയാണ്. ആ അവസ്ഥയിൽ അയാൾ അസ്വസ്ഥനായി കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നുള്ള നിസ്സഹായാവസ്ഥയിൽ മനുഷ്യൻ കൈകൾ കൊണ്ട് ചെയ്യുന്ന വ്യത്യസ്ത ചേഷ്ടകളൊക്കെ ഇവിടെ ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി എന്ന് പറഞ്ഞതിൽ പെടും. ഫഅസ്ബഹ അയാളായിത്തീർന്നു, യുഖല്ലിബു മറിച്ചിടുന്നു, കഫൈഹി അയാളുടെ 2 കൈപ്പത്തികളും, അലമ അൻഫഖ ഫിഹ അയാൾ അതിൽ ചിലവഴിച്ചതോർത്ത്, അയാൾ തൻ്റെ പ്രിയപ്പെട്ട തോട്ടത്തിൽ ചിലവഴിച്ച അധ്വാനവും പണവും ഓർത്തുകൊണ്ട് ദുഃഖിച്ച് നിസ്സഹായനായി കൈമലർത്തി ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ, അത് അതിൻ്റെ പന്തലുകളോടെ വീണ് കിടക്കുന്നത് കണ്ട് അയാൾ എന്താ കാണുന്നത്? ഖാവിയത്തുൻ എന്നാൽ ഉള്ളു കാലിയായത്, ശൂന്യമായത് എന്നും വീണത് എന്നും അർത്ഥമുണ്ട്. ഉറൂഷ് എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളികൾ പടരാൻ വേണ്ടി ഉണ്ടാക്കിയ പന്തൽ എന്നാണ്. മേൽപ്പുര എന്ന അർത്ഥത്തിൽ ഉറൂഷ് എന്നത് പറയും. തോട്ടം പാടെ തകർന്നടിഞ്ഞതായി എന്നാണ് വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ തോട്ടത്തിൽ താൻ ചിലവഴിച്ച അധ്വാനവും പണവും മുഴുവൻ തകർന്നടിഞ്ഞത് കണ്ട് അയാൾ നിസ്സഹായാവസ്ഥയിൽ കൈമലർത്തി. വയക്കൂലു, എന്നിട്ട് അയാൾ പറയുന്നു, നഷ്ടബോധത്തോടുകൂടി അയാൾ പറയുകയാണ്, യാ ലൈത്തനി ലം ഉശ്രിക് ബി റബ്ബി അഹദ, എന്തൊരു കഷ്ടമായി പോയി, ഞാൻ എൻ്റെ റബ്ബിനോട് ആരെയും പങ്കു ചേർക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത്തനി ലം ഉശ്രിക്, ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബി റബ്ബി, എൻ്റെ റബ്ബിനോടൊപ്പം അഹദൻ, ആരെയും. നീ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് ഓർക്കാതെ എല്ലാം സ്വന്തം കഴിവുകൊണ്ടാണെന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് തൻ്റെ ചങ്ങാതി പറഞ്ഞതും ആ സന്ദർഭത്തിൽ അയാൾ ചിന്തിച്ചു കാണും. സമ്പൽ സമൃദ്ധിയിൽ വഞ്ചിതനായി അള്ളാഹുവിനെ മറന്ന് സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണെന്ന് അഹങ്കരിച്ച് നടന്നതിൽ അയാൾ ഇപ്പോൾ ഖേദിക്കുകയാണ്. വലം തകുല്ലഹു ഫിഅത്തുൻ, അവന് ഒരു സംഘവും ഉണ്ടായില്ല, യൻസുറൂനഹു അവനെ സഹായിക്കുന്നവരായി, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, വമാ കാന മുൻതസിറ അവന് അതിനെ സ്വയം അതിജയിക്കാനും കഴിഞ്ഞില്ല. അതായത് തൻ്റെ ബുദ്ധിയും കഴിവും കൊണ്ട് അയാൾക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുമായില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ മനുഷ്യൻ പൂർണ്ണമായി നിസ്സഹായനാവുന്ന അവസ്ഥയാണ് വിവരിക്കുന്നത്. ഹുനാനിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, യഥാർത്ഥ രക്ഷാധികാരം, വലായത്ത്, യഥാർത്ഥ ദൈവമായ സാക്ഷാൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂവെന്ന് അവിടെ ആ സന്ദർഭത്തിൽ വെളിവായി. രക്ഷിക്കാനും ശിക്ഷിക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള യഥാർത്ഥ അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് ബോധ്യപ്പെട്ട സന്ദർഭമാണ് അതെന്ന് എല്ലാം നഷ്ടപ്പെട്ട് ആരും സഹായിക്കാനില്ലാത്ത ആ നിസ്സഹായ അവസ്ഥയിൽ വെളിവായി. ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖ്ബ, ഏറ്റവും ഉത്തമമായ കർമ്മഫലം സവാബ് നൽകുന്നവൻ അവനാണ്, അള്ളാഹുവാണ്. ഏറ്റവും ഉത്തമമായതും അനശ്വരമായതുമാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം. വഖൈറുൻ ഉഖ്ബ, ഏറ്റവും നല്ല ആഖിബത്ത്, നല്ല പര്യവസാനം നൽകുന്നതും അവൻ തന്നെ. വിശ്വാസികൾക്ക് ഏറ്റവും നല്ല പര്യവസാനം ഒരുക്കുന്നതും അള്ളാഹു തന്നെ എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ഈ ഉദാഹരണം വിവരിക്കുന്ന ആയത്തുകൾ സമാപിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളിൽ വന്ന കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.